ഞാൻ ഇന്നിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് മാവ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് വെള്ളം അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഈ 2 ഗ്ലാസ് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മാവൊന്ന് കുഴച്ചെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് തണുക്കാൻ അനുവദിക്കുക. നമുക്ക് ഈ സമയം കൊണ്ട് ഒരു അടിപൊളി ഉള്ളിക്കറി റെഡിയാക്കാം. ഉള്ളിക്കറിയോ മുട്ടക്കറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി റെഡിയാക്കിയെടുക്കാം. സവാള കുനുകുനായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. 1 വിസിൽ വരുന്നവരെ വേവിക്കുക. പൊടികളെല്ലാം ചൂടാക്കിയിട്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുക. മുട്ടയോ ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാവ് തണുത്തതിന് ശേഷം അത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് നല്ലതുപോലെ ഒന്ന് മാവ് പരത്തിയെടുക്കാം. അത് ഇടിയപ്പ പാത്രത്തിലിട്ട് നല്ലതുപോലെ ആവി വരുന്നവരെ വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് റെഡിയാക്കി കിട്ടും. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇടിയപ്പം എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാകും. സോഫ്റ്റ് ഇടിയപ്പം ആകുമ്പം എല്ലാവരും പ്രത്യേകം നല്ല അടിപൊളിയായിട്ട് കഴിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും